15 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് ഈ റോഡ് ഷോ അവസാനിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി.ജെ.പിയുടെ കണക്കനുസരിച്ച്, ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 50,000 പ്രവർത്തകർ ഈ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ റോഡ് ഷോയുടെ ഇരുവശവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ, അതിൽ കുറയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ജനാവലി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആവേശം, മുദ്രാവാക്യം വിളികൾ എങ്ങും മുഴങ്ങുന്നു. അദ്ദേഹത്തെ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയെ ബി.ജെ.പി പ്രവർത്തകർ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി കാണാനും കഴിയും. ഇരുവശവുമുള്ള, അതായത് ഈ റോഡിന് ഇരുവശമുള്ള ആളുകൾ കയ്യിൽ കരുതിയിരുന്ന പുഷ്പങ്ങൾ, പുഷ്പവൃഷ്ടി നടത്തുകയാണ്. അതായത് വലിയ സന്തോഷം, വലിയ ആവേശം. എറണാകുളം ജില്ലയിലെ ബി.ജെ.പി പ്രവർത്തകർക്ക് ഒരു തരത്തിലുള്ള ആവേശ ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായും കാണാൻ കഴിയുന്നു. കാരണം രാവിലെ 10 മണി മുതൽ തന്നെ ഇവിടെ തടിച്ചുകൂടിയ ആളുകളുണ്ട്. നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടി ഈ സ്ഥലം, ഈ റോഡ് സൈഡിലെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ ഇവിടെ തന്നെ നിന്ന ആളുകളുണ്ട്. എന്തായാലും അവരൊക്കെ വലിയ തരത്തിൽ ആവേശത്തോടു കൂടി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു, പുഷ്പവൃഷ്ടി നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് ഈ DCC ഓഫീസ് കഴിഞ്ഞ് മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് ഈ നരേന്ദ്രമോദിയുടെ വാഹനം എത്തും, പ്രധാനമന്ത്രിയുടെ വാഹനം എത്തും. അത് അല്പം തിരിഞ്ഞ്, കോർപ്പറേഷന് മുൻപിലൂടെ തിരിഞ്ഞ് നേരെ ലോ കോളേജ്, ഗവൺമെന്റ് ലോ കോളേജിന് മുൻപിലൂടെയാണ് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് നീങ്ങുക. അതിനധികം സമയമെടുക്കില്ല. 8 മണിയോടുകൂടി തന്നെ റോഡ് ഷോ അവസാനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നിലവിലത്തെ ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതും. വലിയ തരത്തിലുള്ള ആവേശം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നു. വലിയ മുദ്രാവാക്യം വിളിയും പുഷ്പവൃഷ്ടിയും നടക്കുന്നു. വലിയ ആവേശത്തിലാണ് കൊച്ചി നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ നിലവിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. KPCC ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. അതിപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ് വിജയകുമാർ കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, അങ്ങനെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗസ്റ്റ് ഹൗസിലേക്ക് പ്രവർത്തകരുടെ വലിയ ആവേശമുണ്ട്, മുദ്രാവാക്യം വിളികളുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. എന്തൊക്കെയാണ് വിവരങ്ങൾ, എസ് വിജയകുമാർ? ഉന്മേഷ്, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ജനറൽ ആശുപത്രി റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അത് ജനറൽ ആശുപത്രി റോഡിലൂടെ മുന്നോട്ട് വന്ന് ഗസ്റ്റ് ഹൗസ് ഭാഗത്തേക്ക് തിരിയുകയും ചെയ്യും. വലിയ ആവേശം ഈ റോഡിന് ഇരുവശത്തും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം തുറന്ന വാഹനത്തിലുള്ളത്. കൃത്യസമയം ഏതാണ്ട് 8 മണിക്ക് മുമ്പ് തന്നെ റോഡ് ഷോ അവസാനിപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് അതിന് തൊട്ട് സമീപത്തേക്ക് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ എത്തിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട റോഡിലേക്ക് റോഡ് ഷോ കടന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ആവേശത്തോടെ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. റോഡിന് ഇരുവശത്തുമുള്ള പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയും പൂക്കൾ എറിഞ്ഞും ഒക്കെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശനമായ പരിശോധന ഇപ്പോഴും ഈ ഭാഗത്ത് തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ, ഈ പ്രധാനപ്പെട്ട റോഡിലേക്ക് കടന്ന ആദ്യ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അത് പുരോഗമിക്കുകയാണ്. ജനറൽ ആശുപത്രി റോഡിലൂടെ അത് മുന്നോട്ട് കടന്നു വരികയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ അത് കുറെ കൂടി വ്യക്തമായി കാണുകയും ചെയ്യാം. അദ്ദേഹത്തോടൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാത്രമാണുള്ളത്. നേരത്തെ നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇത്തവണ ഒപ്പമുള്ളത് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാത്രമാണ്. പ്രവർത്തകരുമായി ഏതെങ്കിലും തരത്തിലൊരു ആശയവിനിമയത്തിന് അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങി എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് നമുക്കറിയില്ല. അത്തരം കാഴ്ചകളൊന്നും കാണുന്നില്ല. പക്ഷേ ഇരുവശത്തുമുള്ള പ്രവർത്തകരുമായി സംസാരിക്കാനൊക്കെ നരേന്ദ്രമോദി ശ്രമിക്കുന്നത്, വാഹനം കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് നീങ്ങുന്നതൊക്കെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ബാരിക്കേഡിന് ഇരുവശത്തും പ്രവർത്തകരെ ക്രമീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ പക്ഷേ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു ആളുകളെ നിർത്തിയിരുന്നത്. പക്ഷേ ഇവിടെ BJP പ്രവർത്തകരെ ബാരിക്കേഡിൻ്റെ ഇരുവശത്തുമായി അണിനിരത്തിയിട്ടുണ്ട്. ഏതാണ്ട് 50,000-ലധികം ആളുകളെ ഇവിടെ ഈ പരിപാടിയിലേക്ക് BJP പ്രതീക്ഷിച്ചിരുന്നു. അത് ഏതാണ്ട് അത്രയും ആളുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുഭാഗത്തും ബാരിക്കേഡിന് ഇരുഭാഗത്തും ആളുകൾ നിൽക്കുന്നുണ്ട്. BJP സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് തുടർച്ചയായി പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതൊക്കെ ഗംഭീര രാഷ്ട്രീയ പരിപാടികളാക്കി മാറ്റുക എന്നത് അവരുടെ രാഷ്ട്രീയ
ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടുകൂടി അത് പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് സംഘടനാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാവിലെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. ഏതായാലും ആ യാത്ര റോഡ് ഷോ അത് ജനറൽ ആശുപത്രി റോഡിലൂടെ വളരെ സാവധാനം മുന്നോട്ട് നീങ്ങുകയാണ്. വലിയ ആരവം ഇപ്പോൾ പ്രേക്ഷകർക്ക് കേൾക്കാം. അത് ഒരുപക്ഷെ ഈ റോഡ് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ KPCC ജംഗ്ഷനിൽ തുടങ്ങിയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ എന്നത് ഈ ജനറൽ ആശുപത്രിയും